നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ, ഓൺ, അറ്റ് എന്നീ പ്രിപ്പോസിഷൻസ് എവിടെയാണ് യൂസ് ചെയ്യാന്നാണ്. ഇത് യൂസ് ചെയ്യുന്നത് രണ്ട് സാഹചര്യങ്ങളിലാണ്, പ്ലേസ് പറയാനും ടൈം പറയാനും. ഫസ്റ്റ് ഇന്ന് നോക്കുന്നത് ടൈം ഓഫ് ദി ഡേ, അതായത് ഇന്ന് രാവിലെ എന്നൊക്കെ പറയുമ്പോൾ ഇൻ ദി മോർണിംഗ്, ഇൻ ദി ഈവനിങ്, ഇൻ ദി ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയുമ്പോൾ ഐ വിൽ കം ഇൻ ദി മോർണിംഗ്. അതൊരു എക്സാമ്പിൾ ആണ്. മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ. ഇനി അടുത്തത് വരുന്നത് മന്ത് ആൻഡ് ഇയർ പറയാൻ വേണ്ടിയിട്ട്. ഇയർ എന്ന് പറയുമ്പോഴേ ഇൻ 1998, ഓക്കെ, അല്ലെങ്കിൽ 1947, അങ്ങനെയുള്ള ഇയേഴ്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി യൂസ് ചെയ്യും. ഇനി അടുത്തത് വരുന്നത് മന്ത്. ഫോർ എക്സാമ്പിൾ ഇൻ മാർച്ച്, അല്ലെങ്കിൽ ഇൻ ഏപ്രിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. മൈ എക്സാംസ് വിൽ സ്റ്റാർട്ട് ഇൻ മാർച്ച്, അതൊരു എക്സാമ്പിൾ ആണ്, മന്ത് ഇന്ന് വെച്ചിട്ട്. ഇനി അടുത്തതാണ് ഓൺ എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഓൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ് അല്ലെങ്കിൽ ഡേ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഡേറ്റ് എന്ന് പറയുമ്പോഴേ ഫോർ എക്സാമ്പിൾ 30th December, അല്ലെങ്കിൽ 15th August 1947. ഇതിലിപ്പോൾ ഇവിടെ വർഷം വന്നിട്ടില്ല എങ്കിൽ പോലും ഇത് ഡേറ്റ് ആണ്. അപ്പോൾ അവിടെയും നമ്മൾ ഓൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഇവിടെ ഇയർ ഇല്ല, ഇവിടെ ഇയർ ഉണ്ട്. രണ്ടിലും ഓൺ തന്നെയാണ് വരുന്നത്. പിന്നെ യൂസ് ചെയ്യുന്നത് ഡേയ്സ് പറയാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ വീക്ക് ഡേയ്സ്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അങ്ങനെയൊക്കെ ഡേയ്സ് പറയാനും, പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് ഡേ അല്ലെങ്കിൽ ഈസ്റ്റർ ഡേ, അങ്ങനെയുള്ള ഡേയ്സ് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഡേ ഓൺ യൂസ് ചെയ്യും. അടുത്തതാണ് അറ്റ്. ഈ അറ്റ് യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയം പറയാനാണ്. ഫോർ എക്സാമ്പിൾ 4 o'clock, അല്ലെങ്കിൽ 9 AM. ഫോർ എക്സാമ്പിൾ ഐ ഗോ ടു ഓഫീസ് അറ്റ് 9 AM. ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പറയാൻ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ അറ്റ് നൂൺ, അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ്, ഇങ്ങനെയുള്ള കാര്യത്തിൽ അറ്റ് നൂൺ, അറ്റ് നൈറ്റ്, ഇതൊക്കെ പറയാനും നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അതായത് ഐ വിൽ ഗോ ഔട്ട് അറ്റ് മിഡ് നൈറ്റ്, അല്ലെങ്കിൽ ഐ വിൽ ഗോ ഔട്ട് അറ്റ് നൈറ്റ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻസ് പ്ലേസ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഫസ്റ്റ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വലിയ സ്ഥലം, അതായത് ഒരു രാജ്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു സിറ്റി പറയുമ്പോഴാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ഇന്ത്യ, ഐ ആം റിസൈഡിങ് ഇൻ ഇന്ത്യ എന്ന് പറയാം. ഇൻ കേരള, സിറ്റി പറയുമ്പോഴേ ഇൻ എറണാകുളം, അല്ലെങ്കിൽ ഇൻ കണ്ണൂർ, അങ്ങനെയുള്ള സിറ്റിയും പറയാം. ഓക്കെ, ഇങ്ങനെയുള്ള വലിയ സ്ഥലങ്ങൾ നമ്മൾ പറയുമ്പോഴേ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് യൂസ് ചെയ്യുന്നതാണ് ഒരു ക്ലോസ്ഡ് സ്പേസ്, അതായത് ഒരു റൂമിൻ്റെ അകത്ത്, അതായത് ദ കാറ്റ് ഇസ് ഇൻ ദ റൂം, ആ റൂമിൻ്റെ അകത്ത് പൂച്ചയുണ്ട്, കാറ്റ് ഇസ് ഇൻ ദ റൂം. ഓക്കെ, ഇൻ ദ റൂം, അല്ലെങ്കിൽ ഇൻ ദി ഡ്രോയർ, ഐ ഫൗണ്ട് മൈ കീസ് ഇൻ ദി ഡ്രോയർ, ഞാൻ കീ കണ്ടെത്തിയത് ആ ഡ്രോയറിൻ്റെ അകത്താണ്. ഡ്രോയർ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സ്പേസ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്യുന്നത് ഇന്നാണ്. ഇനി അടുത്തത് വരുന്നത് ഓൺ. ഓൺ യൂസ് ചെയ്യുന്നത് സർഫസ് ആണ്. സർഫസിൽ വരുമ്പോഴാണ്. സർഫസ് എന്ന് പറയുമ്പോഴേ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മുകളിൽ, അതായത് ഒരു ടേബിളിൻ്റെ മുകളിൽ നമ്മളൊരു ബുക്ക് വെച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ പറയുന്നത് ദി ബുക്ക് ഇസ് ഓൺ ദി ടേബിൾ എന്നാണ്. ദി കപ്പ് ഇസ് ഓൺ ദി ടേബിൾ, ഓൺ ദി ടേബിൾ, on the bed, I'm lying on the bed എന്നൊക്കെ പറയാം. ഇനി അടുത്തത് വരുന്നത് അറ്റ് യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് പ്ലേസ് സൂചിപ്പിക്കാനാണ്. സ്പെസിഫിക് പ്ലേസ് എന്ന് പറയുമ്പോഴേ നമ്മളിവിടെ ഇന്നിൽ നോക്കിയിട്ടുണ്ട്, ഇന്ത്യ, കേരള, ഇതൊക്കെ ഒരു വലിയ സ്ഥലമാണ്. അതുകൂടാതെ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലം പറയുമ്പോഴേ, ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ സ്ഥലം അറ്റ് കലൂർ, അറ്റ് പാലാരിവട്ടം എന്നൊക്കെ പറയാം. അറ്റ് ഹോം എന്നും പറയാം. ഐ എം അറ്റ് ഹോം. ഹോം എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അറ്റ് ഹോം എന്ന് പറയാം. അറ്റ് ഹോം, അറ്റ് കലൂർ. ഐ എം അറ്റ് മൈ ഫ്രണ്ട്സ് ഹോം. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അറ്റ് മൈ ഫ്രണ്ട്സ് ഹോം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടൈമിൻ്റെയും പ്ലേസിൻ്റെയും കേസിൽ ഇൻ, ഓൺ, അറ്റ് യൂസ് ചെയ്യുമ്പോൾ പറയുന്നത്. താങ്ക് യു. English Mithra. Stop worrying, start learning.